ഹേ ഗായ്സ്, അപ്പോൾ ഇത്രയും നാൾ പെയ്തൊഴിയാത്ത മഴയല്ലായിരുന്നോ? അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിലൊക്കെ വന്നപ്പോൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരാമെന്ന് ഞാനും അമ്മയും വിചാരിച്ചു. നമ്മൾ ലുലു മാളിലോട്ട് വന്നു. ലുലു മാൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊന്ന് ഷോക്കായിപ്പോയി. കാരണം സൺഡേ ആയിട്ട് ഇത്രയും വിജനമായിട്ട് കിടക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അമ്മ അതാ ഷോപ്പിങ്ങിൻ്റെ ഇടയിലും വർക്കിലായിരുന്നു. പിന്നെയല്ലേ മനസ്സിലായത്, കാണാതെ പോയ ആളുകളെല്ലാം ഹൈപ്പർ മാർക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് എടുത്തിട്ട് ഫുഡ് കോർട്ടിൽ പോയി കഴിക്കാമെന്നായിരുന്നു പ്ലാൻ. അതിന് മുമ്പേ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് എടുക്കാനുള്ളതൊക്കെ എടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അവിടെ പോയി ഇതാ ഒരു ഫേസ് സ്ക്രബ് എടുത്തു, പിന്നെ ഒരു ഫേസ് പാക്കും എടുത്തു, പിന്നെ എൻ്റെ മോയ്സ്ചറൈസർ തീർന്നു പോയിരുന്നു. അപ്പോൾ അത് ഓഫറിലുള്ളതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങി. പിന്നെ നട്ട്സ് എടുത്തു, പിന്നെ നമ്മുടെ ബോഡി ലോഷൻ തീർന്നു, അത് വാങ്ങി. കുറച്ച് സ്നാക്സ് എടുത്തു. പിന്നെ ഈ ബോഡി ഓയിൽ അമ്മ എന്തിനോ ലൈക്ക് ഒരു ഹാക്ക് കാണിക്കാമെന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. എന്താ ഹാക്കെന്ന് എനിക്കിതുവരെ അറിയില്ല. പിന്നെ ഒരു ലിപ് ബാം എടുത്തു. പിന്നെ നമ്മുടെ വീട്ടിൽ അരിയെക്കാട്ടിലും കൂടുതൽ ചിലവാകുന്ന സാധനമാണ് പെൻ. കാരണം നമുക്ക് 3 പേർക്ക് ആവശ്യമുണ്ട്. ഇവിടെ മുക്കിലും മൂലയ്ക്കും ഒക്കെ ബോട്ടിൽസിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു ഓഫർ പ്രൈസിൽ. ഇവിടെ ഇപ്പോൾ ലുലുവിൽ ബാക്ക് ടു സ്കൂൾ ഓഫർ നടക്കുവാണ്. അപ്പോൾ ഒരുപാട് പ്രോഡക്ട്സ് നല്ല പ്രോഫിറ്റിന് കിട്ടി. പിന്നെ നമ്മൾ പിക്കിൾ സെക്ഷനിൽ നിന്ന് കുറച്ച് പിക്കിൾസൊക്കെ എടുത്തു. എന്നിട്ട് ഈ സാധനം ഞാൻ എന്തിനാണ് വാങ്ങിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. എൻ്റെ അമ്മ ലുലു മോളിൽ വന്നത് ഉണക്കമീൻ വാങ്ങിക്കാനാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? പക്ഷേ വിശ്വസിച്ചേ പറ്റൂ. ആണ്. ലുലു മോളിൽ വന്നാലും ഞാൻ ഒരിക്കലും മിസ്സാക്കാത്ത സാധനം ഈ ബോൾ ഗ്രേപ്പ് ജ്യൂസാണ്. ആക്ച്വലി നമ്മൾ ഫുഡ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് എടുക്കാനുള്ള പണി നൈസായിട്ട് പാളി. ബിക്കോസ് ഫുഡെല്ലാം ഓൾമോസ്റ്റ് തീർന്നിരുന്നു നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ. അങ്ങനെ അമ്മയെ ബില്ലിങ്ങിന് പറഞ്ഞു വിട്ടിട്ട് ഞാൻ എൻ്റെ കുറച്ച് സാധനങ്ങൾ എടുത്തു. ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ഹാക്ക് പറഞ്ഞുതരാം. പാരൻസ് ബില്ല് ചെയ്യുമ്പോൾ ഇടയ്ക്ക് കൊണ്ടിടണം. അപ്പോൾ അവർ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഒന്നും പറയാനും പറ്റത്തില്ല, വഴക്ക് പറയാനും പറ്റാത്തൊരവസ്ഥയിൽ അതൊക്കെ അങ്ങ് വാങ്ങിച്ചു തന്നോളൂ. എന്നിട്ട് നമ്മൾ ഫുഡ് കോർട്ടിലെത്തി. നമ്മൾ നാഗാസിൽ നിന്നാണ് കഴിച്ചത്. അമ്മയ്ക്ക് ചിക്കൻ ടിക്ക ബിരിയാണി ആയിരുന്നു, എനിക്കൊരു ആന്ധ്ര കോംബോ ആയിരുന്നു. എൻ്റെ കോംബോയിൽ ഒരു ലോലിപോപ്പ്, 2 ലോലിപോപ്പ്, പിന്നെ കേസരി, ബിരിയാണി, അതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല ഫുഡായിരുന്നു. ഞാൻ യൂഷ്വലി ഇവിടെ തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ നമ്മൾ ക്രോക്സിൽ പോയി ചെരുപ്പ് വാങ്ങാൻ. ഈ ഇരിക്കുന്ന ചെരുപ്പിൻ്റെ ഒരു 5 ചെരുപ്പ് എൻ്റെ വീട്ടിലുണ്ട്. ഒന്ന് പൊട്ടിപ്പോകുമ്പോൾ അമ്മ ഡിഫറെൻറ്റ് കളറിലുള്ള അതേ മോഡലിലുള്ള ഒരു സാധനം തന്നെ എടുത്തുകൊണ്ട് വരും. ബിക്കോസ് ഹൈറ്റും ഉണ്ട്, പിന്നെ ബോഡി പെയിനും അത്ര കാണത്തില്ല, അതുകൊണ്ടാണ് എടുക്കുന്നത്. എന്നിട്ട് എന്നെ ഇന്നും അവിടെ തന്നെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, എനിക്ക് ആ മോഡൽ വേണ്ട, എനിക്ക് ക്രോക്സ് വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ മോച്ചിയിൽ വന്നു. മോച്ചിയിൽ ഒരു ക്രോക്സിൻ്റെ വിലയ്ക്ക് പ്ലസ് 500 റുപ്പീസ് കൊടുത്ത് നമ്മൾ 2 ചെരുപ്പ് വാങ്ങി പോയി. എന്നിട്ട് മാക്സിൽ കയറി അച്ഛന് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഷർട്ട് എക്സ്ചേഞ്ച് ചെയ്തു. ഇത് ഇപ്പോൾ വെസ്റ്റ് സൈഡിലാണുള്ളത്. വെസ്റ്റ് സൈഡിൽ ആക്ച്വലി നമ്മുടെ ഡിസൈനർ വാല്യൂയിലുള്ള ഉടുപ്പുകളുണ്ട്. ജസ്റ്റ് നമുക്ക് ആ സൈസ് നോക്കിയെടുക്കേണ്ട ഒരു ഇതേ ഉള്ളൂ. ഇപ്പോൾ പാർട്ടിക്കൊക്കെ നമുക്ക് ലാസ്റ്റ് മൊമെൻറ്റിൽ ബൊട്ടീക്കിലൊന്നും കൊടുത്ത് തയ്പ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് എടുക്കാം. പിന്നെ നമ്മൾ ബോംബെ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ആൻറ്റിക് ഷോപ്പിൽ കയറി ഒരു വെഡ്ഡിംഗ് ഗിഫ്റ്റ് നോക്കിയാണ്. പക്ഷേ അവിടെ വെഡ്ഡിംഗ് ഗിഫ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ 3 മണിക്കൂറത്തെ സംഭവബഹുലമായ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങുവാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ്.